അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നന്മ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഈ പുതുവത്സര വേളയിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. അഥവാ നമ്മുടെ കലണ്ടറുകളുടെ തുടക്കം, ആ തുടക്കത്തിൻ്റെ പഴക്കം എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭം ഇപ്പോഴാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന കാലം തൊട്ട് മാസങ്ങൾ 12 ആകുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ കലണ്ടറുകൾക്ക് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പോളം പഴക്കമുണ്ട് എന്നാണ് നമ്മുടെ ഈ കണക്കുകൂട്ടലുകൾക്ക്. അത് അന്ന് മുതൽക്ക് തന്നെ അത്ര മുതൽക്ക് വലിയ പഴക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കാണ് മനുഷ്യവാസം ഉണ്ടാകുന്നത്. അതിൻ്റെ മുമ്പ് ആകാശഭൂമികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മാസങ്ങളെണ്ണം 12 എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ മാസങ്ങളാണ് ഇപ്പോഴുമുള്ള ഈ 12 മാസങ്ങൾ. വലിയ പഴക്കം നമ്മുടെ ഈ മാസങ്ങൾക്കും നമ്മുടെ കലണ്ടറുകൾക്കും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സുപ്രധാനമായ വലിയ സംഭവങ്ങളായിരുന്നു അന്ന് വർഷത്തിൻ്റെ തുടക്കം അവരതായിരുന്നു ആസ്പദമാക്കിയെന്നത്. സ്മരിക്കപ്പെടുന്ന സംഭവങ്ങൾ അടിസ്ഥാനമാക്കി കാലം ഗണിക്കുന്ന ആ വഴക്കം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദം നബിയുടെ ഭൂമിയിലേക്കുള്ള സ്വർഗത്തിൽ നിറങ്ങിയ ഇറക്കം അതായിരുന്നു ഒരു സുപ്രധാനമായ സംഭവം. അതായിരുന്നു അന്ന് ആ കാലഘട്ടങ്ങൾ അതേ വർഷത്തിന് കുറിച്ചിരുന്നത്. തുടക്കം അതിങ്ങനെയായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇത്ര വർഷം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വർഷം കൂട്ടിക്കൊണ്ട് പോന്നിരുന്നത്. അങ്ങനെ അതിനുശേഷം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വർഷങ്ങളോളം ആ കണക്ക് കൂട്ടിപ്പോന്നു. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജലപ്രളയം ഉണ്ടാകുന്നത് വരെ അങ്ങനെയായിരുന്നു കണക്ക് കൂട്ടിപ്പോന്നിരുന്നത്. അതിനുശേഷം ഒരു സുപ്രധാനമായ സംഭവമല്ലേ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തെ ജലപ്രളയം. പിന്നീട് ആ ജലപ്രളയവുമായി അത് അതിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരുന്നു കാലം ഗണിച്ചിരുന്നത്. അങ്ങനെ അതിനുശേഷവും കാലങ്ങളോളം വന്നതിന് ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹാനായ പ്രവാചകൻ തീയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവമുണ്ട്. വലിയൊരു സുപ്രധാനമായ സംഭവങ്ങൾ പെട്ടെന്നായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് അതായിരുന്നു അടിസ്ഥാനമാക്കിയിരുന്നത്. അങ്ങനെ കാലങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിലും നമ്മുടെ ഈ കലണ്ടറുകളുടെ പഴക്കം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദം നബി തൊട്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽക്ക് ഇതേ മാസങ്ങളാണുള്ളത്. അതിനുശേഷം പിന്നീട് ഓരോ സംഭവങ്ങൾ ഓരോന്നോരോന്നും അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ജനിക്കുന്ന കാലത്ത് ആനക്കലഹ സംഭവമായിരുന്നു അവർ അടിസ്ഥാനമാക്കിയിരുന്നത്. മഹാനായ മഹാവിശുദ്ധമായ കാബാലയം തകർക്കാൻ വേണ്ടി അബ്രഹത്തും അവൻ്റെ ആനപ്പടയാളികളും വന്നപ്പോൾ അവരെ തുരത്തി ഓടിച്ച, അവരെ എറിഞ്ഞ് നശിപ്പിച്ച ആ സംഭവം ചരിത്രത്തിൽ പ്രാധാന്യം വഹിക്കുന്ന വളരെയധികം പിന്നെ സ്മരിക്കപ്പെടുന്നൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് അതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു ആളുകൾ ഗണിച്ചിരുന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ ആസ്പദമാക്കി കാലങ്ങൾ ഗണിച്ചു കൊണ്ട് പോന്നെങ്കിലും അതിന് മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഈ കലണ്ടർ എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ കലണ്ടർ എന്നുള്ള പ്രയോഗം കലണ്ടേ എന്നുള്ള ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അത്രേ വന്നത്. ഈ കലണ്ട എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുക എന്നാണ് അത്രേ അർത്ഥം. ഈ കലണ്ട എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അത്രേ കലണ്ടർ എന്ന വാക്ക് വരുന്നത്. അതുപോലെ തന്നെ റോമൻ ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസത്തെ കുറിക്കുന്ന പദമായിരുന്നു അത്രേ കലണ്ട എന്ന് പറയുന്നത്. അങ്ങനെയാണ് കലണ്ടർ എന്നുള്ള പ്രയോഗം വന്നത്. അങ്ങനെയാണ് കലണ്ടർ എന്നുള്ള പ്രയോഗം അങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്, കലണ്ടയിൽ നിന്നാണ്, കണക്ക് കൂട്ടുക എന്നുള്ള ഈ കലണ്ട എന്ന വാക്കിൽ നിന്നാണ് കലണ്ടർ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും ശരി, ഇതിന് വലിയ പഴക്കമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കലണ്ടർ വന്നത് പിന്നീടാണെങ്കിലും ഈ വർഷങ്ങൾ ഗണിക്കുന്നതിന് ഈ കലണ്ടറുകൾക്ക് വലിയ പഴക്കമുണ്ട്. പക്ഷേ കലണ്ടർ എന്നുള്ള ഭാഷ വന്നത് അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കാലം ഗണിക്കുന്നതിന് വേണ്ടി ചാന്ദ്രിക വർഷമാണ് അറബികൾ ഉപയോഗിച്ചിരുന്നത്. അത് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നതാണ് എന്ന് കാണാൻ കഴിയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി
സ്വലാത്തു വസ്സലാമിലൂടെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയാണ് ആ പാരമ്പര്യം ഉണ്ടാകുന്നത്. അറബികൾ ഗണിച്ചിരുന്നത് ചാന്ദ്രിക വർഷമായിരുന്നു. അഥവാ ചന്ദ്രൻ്റെ ചലനം അടിസ്ഥാനമാക്കിയാണ് ഈ ചാന്ദ്രിക വർഷം കണക്കാക്കുന്നത്. ഒരു അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള ആ സമയത്തിനാണ് ഒരു ചാന്ദ്രിക മാസം എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്കാക്കി പോന്നിരുകൊണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ചുരുക്കത്തിൽ വലിയ പഴക്കം ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽക്ക് ആദിമ മനുഷ്യൻ്റെ കാലം തൊട്ട് ഇതിന് പഴക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്ര കാലം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ദിവസം മാറാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു സാധ്യത നമ്മളിവിടെ കാണുകയാണ്. കാരണം ഇത്ര കാലങ്ങൾ മാറി വന്നിട്ട് പോലും ഒരു രീതിയിലും മാറ്റമില്ലാതെ, കുഴപ്പമില്ലാതെ, ദിവസങ്ങൾ പശക് പറ്റാതെ ഇതുവരെ വന്നു എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായി തോന്നിയേക്കാം. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ യൗമ ഇസ്തദാറത്തിൽ അയ്യാമു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. വളരെ വ്യക്തമാണ്. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഇത്രയും കാലങ്ങൾ മാറിയിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിലെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു ഭരണകൂടം നമുക്കിന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ചയാക്കാം, അല്ലെങ്കിൽ മുഹറം നമുക്ക് സഫറാക്കി മാറ്റാം. ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ടാവാമല്ലോ, മാറ്റിക്കൂടെ? ഇത് കണക്കായി ഇത് ആരാണ് ഇന്ന് മുഹറമാണ്, ഈ മാസം മുഹറമാണെന്ന് ആരാ പഠിപ്പിച്ചെന്നത്? അത് കാലങ്ങളോളം വന്ന ഒരു പാരമ്പര്യമാണ്. ആരെങ്കിലും അത് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നുമല്ലോ. എന്നാൽ അതിൻ്റെ സംശയം അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ശരിയാണ് എന്നറിയിച്ചുകൊണ്ടാണ് വഹി വരുന്നത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മസ്തദാറത്തുൽ അയ്യാം യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ഇന്നത്തെ ഈ ദിവസം ഉണ്ടല്ലോ, ഈ ദിവസം അതിൻ്റെ കൃത്യമായ ലൊക്കേഷനിൽ വന്നു നിന്നിരിക്കുന്നു എന്ന്, കൃത്യമായ ലൊക്കേഷനിലാണ് ഇത് വന്നു നിന്നിരിക്കുന്നത് എന്നാണ് അൽ യൗമ തദാറത്തുൽ അയ്യാമു യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ വചനം അങ്ങനെയാണ്. ഇന്നത്തെ ദിവസം അതിൻ്റെ കൃത്യമായ ലൊക്കേഷനിൽ തന്നെയായിരുന്നു എന്നുള്ളത് ഇത് ജിബ്രീൽ വന്ന് വഹി അറിയിക്കുമ്പോഴാണ് പ്രവാചകൻ പറയുക. അതുകൊണ്ട് മാറ്റമില്ലാതെ. എന്നാൽ അറബികൾ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ജാഹിലിയ കാലഘട്ടങ്ങളിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടർച്ചയായി 3 മാസം യുദ്ധം ചെയ്യാൻ, അവർക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ അവർക്ക് പ്രയാസമായതുകൊണ്ട് അവർ ചില മാസങ്ങളെ, ഹറാമായ മാസങ്ങളെ ഹലാക്കിയിരുന്നു. മുഹറമിൻ്റെത് സഫറിലേക്ക് മാറ്റി. മുഹറമിൽ യുദ്ധം ചെയ്യും, പിന്നീട് സഫർ യുദ്ധം ചെയ്യില്ല. ഇങ്ങനെയൊക്കെ മാറ്റി മറിച്ചിരുന്നെങ്കിൽ പോലും വ്യക്തമായ രീതിയിൽ ഇത് നമ്മുടെ കൈവശമുള്ളത് യാതൊരു തകരാറുമില്ലാതെ, എത്ര പഴക്കം നമ്മുടെ കലണ്ടറുകൾക്കുണ്ടെങ്കിൽ പോലും യാതൊരു കളങ്കവുമില്ലാതെ, എന്തെങ്കിലും പക്ഷികൾ സംഭവിക്കാതെ വളരെ കറക്റ്റായ ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ എവിടെയും പക്ഷിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങളാണ് പലപ്പോഴും ആസ്പദമാക്കിക്കൊണ്ടാണ് പലരും പല രീതിയിലും കാര്യങ്ങൾ നിർണ്ണയിച്ചിരുന്നത്. ചില ആളുകൾ പറഞ്ഞില്ലേ, ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം വരുമ്പോഴേ ബാബരിക്ക് മുമ്പ് ബാബരിക്ക് ശേഷം എന്ന് വരും. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ശേഷം എന്ന് പറയാറുണ്ട്. ഇനി നമുക്ക് പറയാം കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് ശേഷം എന്ന്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആസ്പദമാക്കി ചരിത്ര സംഭവങ്ങളെയും സ്മരിക്കപ്പെടുന്ന ദിവസങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കി കാലം ഗണിക്കുന്ന ആ വഴക്കം അത് പണ്ട് മുതൽക്കുള്ളതാണ്. ഈ കലണ്ടറിൻ്റെ പ്രയോഗങ്ങളും ആദ്യമ മനുഷ്യൻ മുതൽക്കുള്ളതാണ്. പക്ഷേ വ്യത്യസ്ത രീതിയിലായിരുന്നു എന്ന് മാത്രം. ഏതായിരുന്നാലും ഈ കാലത്തിൻ്റെ കറക്കവും ഈ കാലങ്ങളുടെ അനുസ്യൂതമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൻ്റെ കറക്കം നമുക്ക് വ്യക്തമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മർളാത്തിലായി, ത്വാഅത്തിലായി കാലങ്ങളോളം ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.